ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് ആദ്യമേ നന്ദി പറയുന്നു. പലതരത്തിലുള്ള പൊട്ടിത്തെറികളെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവുമല്ലേ? എന്നാൽ നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നതിനെക്കുറിച്ച് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. നക്ഷത്രം പൊട്ടിത്തെറിക്കുന്ന ഒരു അത്യപൂർവ സംഭവമാണ് ഉടനെ തന്നെ നടക്കാൻ പോകുന്നത്. ഏതു നക്ഷത്രമാണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നതെന്നും എന്താണതിന് കാരണമെന്നും അത്യപൂർവവും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ ആ സംഭവത്തിന് എങ്ങനെയാണ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുക എന്നെല്ലാം അറിയുന്നതിന് ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിനു മുമ്പായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ വിരലമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന തംസ് അപ്പ് ബട്ടണിൽ വിരലമർത്തുകയും ഷെയർ ബട്ടണിൽ വിരൽ അമർത്തി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്താനും മറക്കരുത്. നിലാവില്ലാത്ത രാത്രിയിൽ തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കിയാൽ നമ്മളെ കണ്ണിറുക്കി കാണിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മറ്റും നമുക്ക് കാണാം. അതിമനോഹരമായ ആ ദൃശ്യം മണിക്കൂറുകളോളം ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. നക്ഷത്രങ്ങളെ തമ്മിൽ സാങ്കല്പിക രേഖകൾ കൊണ്ട് ബന്ധിപ്പിച്ച് പുരാണ കഥാപാത്രങ്ങളുടെയോ മൃഗങ്ങളുടെയോ മറ്റ് വസ്തുക്കളുടെയോ ഒക്കെ പേര് നൽകി നക്ഷത്രക്കൂട്ടങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതിനെ കോൺസ്റ്റലേഷൻ എന്നാണ് വിളിക്കുന്നത്. അക്വാറിയസ്, ടൗറസ്, ക്യാൻസർ, ഒറായൺ തുടങ്ങി 88 കോൺസ്റ്റലേഷൻസ് ആയിട്ടാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നക്ഷത്രങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് കൊറോണ ബോറിയാലിസ് അഥവാ നോർത്തേൺ ക്രൗൺ, അല്ലെങ്കിൽ വടക്കൻ ആകാശത്തിലെ കിരീടം എന്നു പേരുള്ള കോൺസ്റ്റലേഷൻ. ഈ കോൺസ്റ്റലേഷനിലെ 7 നക്ഷത്രങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. മറ്റ് പലതിനെയും കാണാൻ ദൂരദർശിനിയുടെ സഹായം വേണം. അതിലൊന്നാണ് ടി കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്രം. ഭൂമിയിൽ നിന്നും ഏകദേശം 3000 പ്രകാശവർഷം അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. ബ്ലേസ് സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന ടി കൊറോണ ബൊറാലിസ് യഥാർത്ഥത്തിൽ ഒരു നക്ഷത്രമല്ല, മറിച്ച് പരസ്പരം വലയം വെക്കുന്ന 2 നക്ഷത്രങ്ങളാണ്. ഇത്തരം നക്ഷത്രങ്ങളെ ബൈനറി സ്റ്റാർസ് അഥവാ ദ്വന്ദ്വ നക്ഷത്രങ്ങൾ അഥവാ ഇരട്ട നക്ഷത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ 2 നക്ഷത്രങ്ങളിൽ ഒന്ന് റെഡ് ജയൻറ്റ് എന്ന ഗണത്തിൽപ്പെട്ടതും മറ്റേത് വൈറ്റ് ഡ്വാർഫ് എന്ന ഗണത്തിൽപ്പെട്ടതുമാണ്. ഈ പേരുകൾ കേട്ട് കൺഫ്യൂഷൻ ആകണ്ട, അവയൊക്കെ എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ സൂര്യൻ ഒരു നക്ഷത്രമാണെന്നറിയാമല്ലോ. ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഹീലിയം എന്ന വാതകം ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന തരത്തിൽപ്പെട്ട ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് നക്ഷത്രങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഊർജ്ജമാണ് സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചൂടും വെളിച്ചവും. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ നക്ഷത്രങ്ങളിലെ ഹൈഡ്രജൻ്റെ അളവ് വളരെയധികം കുറയുന്നത് കാരണം ന്യൂക്ലിയർ റിയാക്ഷൻ മന്ദഗതിയിലാവുന്നു. അത് കാരണം നക്ഷത്രം വികസിക്കാൻ തുടങ്ങുകയും അങ്ങനെ വികസിച്ച് അതിൻ്റെ വലിപ്പം 100 കണക്കിന് മടങ്ങ് വർദ്ധിക്കുന്നു. ഈ ഒരു അവസ്ഥയിലുള്ള നക്ഷത്രങ്ങളെയാണ് റെഡ് ജയൻറ്റ്, സൂപ്പർ റെഡ് ജയൻറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ സൂര്യൻ ഒരു റെഡ് ജയൻറ്റ് ആവുന്ന സമയത്ത് അത് ഭൂമി അടക്കം ചൊവ്വാഗ്രഹം വരെയുള്ള എല്ലാ ഗ്രഹങ്ങളെയും വിഴുങ്ങും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അത് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഏതാണ്ട് 6500 കോടി വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവമാണത്. ഇനി വൈറ്റ് ഡ്വാർഫ് എന്താണെന്ന് നോക്കാം. സൂര്യനെ പോലെയുള്ള മീഡിയം സൈസ് നക്ഷത്രങ്ങൾ ആദ്യം റെഡ് ജയൻ്റ് ആകുന്നു. അത് കഴിഞ്ഞ് സാവധാനം ഹൈഡ്രജനും ഹീലിയവും എല്ലാം ഏതാണ്ട് പൂർണ്ണമായും തീർന്നു പോകുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ ആ നക്ഷത്രം ചുരുങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ ചുരുങ്ങി അത് ഏതാണ്ട് ഭൂമിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഒരു ഗോളമായി മാറുന്നു. ആ അവസ്ഥയിലുള്ള നക്ഷത്രങ്ങളെയാണ് വൈറ്റ് ഡ്വാർഫ് എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ അത്രയും വലിപ്പമുള്ളുവെങ്കിലും ഭൂമിയേക്കാൾ ഏതാണ്ട് 1,00,000 മടങ്ങ് ഗുരുത്വാകർഷണ ബലം വൈറ്റ് ഡ്വാർഫിന് ഉണ്ടായിരിക്കും. 1 ടീസ്പൂൺ വൈറ്റ് ഡ്വാർഫ് മാറ്റർ ഭൂമിയിൽ കൊണ്ടുവന്ന് തൂക്കി നോക്കിയാൽ അതിന് ഏകദേശം 5 ടൺ ഭാരം വരും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ടി കൊറോണ ബോറിയാലിസ് എന്ന ഇരട്ട നക്ഷത്രത്തിലെ വൈറ്റ് ഡ്വാർഫ് അതിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് കൂടെ കറങ്ങുന്ന റെഡ് ജയൻറ്റിൽ നിന്നും ഹൈഡ്രജൻ വലിച്ചെടുക്കുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വൈറ്റ് ഡ്വാർഫിലെ ഹൈഡ്രജൻ്റെ സാന്ദ്രത വളരെയധികം കൂടുന്നു. അതിൻ്റെ കൂടെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലം കൂടിയാകുമ്പോൾ
ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ തുടങ്ങുകയും അതിൻ്റെ ഫലമായി ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ വലിയൊരു സ്ഫോടനം ഇവിടെ നടക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെ നോവ എന്നാണ് ശാസ്ത്രകാരന്മാർ വിളിക്കുന്നത്. ടി കൊറോണ ബോറിയാലിസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഭാസം ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവസാനമായി ഈ വിസ്ഫോടനം സംഭവിച്ചത് 1946 ഇനി അത് സംഭവിക്കാൻ പോകുന്നത് ഈ വർഷം, അതായത് 2024 ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും എന്നാണ് കണക്കുകൂട്ടൽ. ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഈ നക്ഷത്രത്തിൽ നിന്നും സൂര്യൻ പുറത്തുവിടുന്നതിനേക്കാൾ ഏതാണ്ട് 100,000 മടങ്ങ് ഊർജം ചൂടിൻ്റെയും പ്രകാശത്തിൻ്റെയും മറ്റും രൂപത്തിൽ പുറത്തുവരുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഈ നക്ഷത്രത്തെ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷേ ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഒരു പുതിയ നക്ഷത്രം ആകാശത്ത് ഉദിച്ചു വരുന്നത് പോലെ വെറും കണ്ണുകൾ കൊണ്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. ഏകദേശം 80 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ നക്ഷത്ര പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ലോകത്തെമ്പാടുമുള്ള ബഹിരാകാശ ഗവേഷകരും മറ്റ് നക്ഷത്ര നിരീക്ഷകരും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അവരെപ്പോലെ ഈ അപൂർവ സംഭവം കാണാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷനെ ആകാശത്ത് കണ്ടെത്തുകയാണ്. ഭൂമധ്യരേഖയ്ക്ക് വടക്കുവശത്തുള്ള ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്ക് സൂര്യാസ്തമനം കഴിഞ്ഞ് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ഈ നക്ഷത്രക്കൂട്ടത്തെ ആകാശത്ത് കാണാവുന്നതാണ്. നക്ഷത്ര നിരീക്ഷണത്തിൽ അത്ര പരിചയമില്ലാത്തവർക്ക് ഇതിനെ കണ്ടെത്താനുള്ള എളുപ്പവഴി തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു നക്ഷത്ര നിരീക്ഷണ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ സഹായം ഉപയോഗിക്കുന്നതാണ്. അത്തരം ആപ്പുകളിലൊന്നാണ് സ്കൈ സഫാരി. സ്കൈ സഫാരിയുടെ ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും ലഭ്യമാണ്. നമ്മുടെ ഈ ആവശ്യത്തിന് നമുക്ക് ഫ്രീ വേർഷൻ മതിയാവുന്നതാണ്. സ്കൈ സഫാരി ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൻ്റെ താഴെയായി കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ കോമ്പസ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വിരലമർത്തുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇളകുന്നതിനനുസരിച്ച് സ്ക്രീനിലെ ആകാശത്തിൻ്റെ ചിത്രവും ഇളകുന്നത് കാണാം. നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥലത്തെ ആകാശമാണ് ഇപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത്. അതിനുശേഷം സ്ക്രീനിന് താഴെയായി സെർച്ച് എന്ന ഓപ്ഷനിൽ വിരലമർത്തുക. എന്നിട്ട് സ്ക്രീനിന് മുകളിലായി എൻ്റർ ഒബ്ജക്റ്റ് നെയിം എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ബ്ലേസ് സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഭൂതക്കണ്ണാടിയുടെ ചിത്രത്തിൽ വിരലമർത്തി സെർച്ച് ചെയ്യുക. ടി കൊറോണ ബോറിയാലിസിൻ്റെ മറ്റൊരു പേരാണ് ബ്ലേസ് സ്റ്റാർ. ഒബ്ജക്റ്റ് ഇൻഫോ എന്ന തലക്കെട്ടിൽ ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അടുത്തതായി സ്ക്രീനിൻ്റെ താഴെ ഇടതുവശത്ത് ലൊക്കേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് വിരലമർത്തുക. അപ്പോൾ സ്ക്രീനിൽ ആകാശത്തിൻ്റെ ചിത്രവും ഒരു ഏരോ മാർക്കും കാണാം. ആ ഏരോ മാർക്കിനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷനെയും ബ്ലേസ് സ്റ്റാറിൻ്റെ ലൊക്കേഷനും കാണാൻ കഴിയുന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തെളിഞ്ഞ ആകാശമുള്ള തുറസായ സ്ഥലത്ത് നിന്ന് വേണം ഇത് ചെയ്യാൻ എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ ഭൂമധ്യരേഖയ്ക്ക് തെക്കുവശത്തുള്ള രാജ്യത്തിലുള്ളവർക്ക് ഈ നക്ഷത്രക്കൂട്ടത്തെ ജൂലൈ മുതൽ സെപ്റ്റംബറിൻ്റെ അവസാനം വരെ സൂര്യാസ്തമനത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾ നേരം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും രാത്രിയിൽ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുക. വളരെ മനോഹരവും അപൂർവമായ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുക. ഒരു ദൂരദർശിനി കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, ആകാശത്തേക്ക് നോക്കി നടക്കുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനം വീണ് കഴിഞ്ഞിട്ട് രജിത്ത് മെൽബണ് കുറ്റം പറയരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം 3000 പ്രകാശവർഷങ്ങൾ അകലെയാണ്. അതായത് 3000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്.